ലീഗിന്റെ മണ്ഡലമായ മണ്ണാർക്കാട് സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞാലുടൻ തിരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്താൻ ചൊവ്വാഴ്ച ചേർന്ന നിയോജകമണ്ഡലം UDF പ്രവർത്തക സമിതി തീരുമാനിച്ചു. ലീഗ് സ്ഥാനാർത്ഥി മണ്ണാർക്കാട്ടുകാരനാകണമെന്ന ആവശ്യം ഉന്നയിച്ച ലീഗ് നേതാക്കൾ യോഗത്തിൽ നിന്ന് വിട്ടുനിന്നു. എൻ ഷംസുദ്ദീൻ MLA യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. മണ്ണാർക്കാട് നിയോജകമണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി പ്രഖ്യാപനം ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് മുമ്പ് ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് യോഗം ചേർന്നത്. എന്നാൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകിയ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്ത് യോഗം പിരിഞ്ഞു. UDF സ്ഥാനാർത്ഥി മണ്ണാർക്കാട്ടുകാരൻ വേണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന കമ്മിറ്റിക്ക് കത്ത് നൽകിയ മുൻ നഗരസഭാ അധ്യക്ഷൻ C. മുഹമ്മദ് ബഷീർ, മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് കല്ലടി അബൂബക്കർ, നിയോജകമണ്ഡലം ട്രഷറർ K. ആലിപ്പു ഹാജി, മുനിസിപ്പൽ ലീഗ് പ്രസിഡന്റ് KC അബ്ദുറഹ്മാൻ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തിരുന്നില്ല. അതേസമയം സമാന നിലപാടുള്ള കളത്തിൽ അബ്ദുള്ള പങ്കെടുക്കുകയും ചെയ്തു. മണ്ണാർക്കാട് നിയോജകമണ്ഡലത്തിൽ കഴിഞ്ഞ 3 ടേമിലും മണ്ഡലത്തിന് പുറത്തുനിന്നുള്ള സ്ഥാനാർത്ഥിയാണെന്നും ഇത്തവണ മണ്ഡലത്തിൽ നിന്നുള്ളയാളെ പരിഗണിക്കണമെന്നും ആവശ്യപ്പെട്ട് ഈ നേതാക്കളെ കൂടാതെ അഡ്വക്കേറ്റ് നാസർ കൊമ്പത്ത്, TS സിദ്ദിഖ്, P. മുജീബ്, മുസ്തഫ വറോഡൻ എന്നിവർ ഒപ്പിട്ട കത്ത് സംസ്ഥാന നേതൃത്വത്തിന് മുമ്പ് നൽകിയിരുന്നു. ചൊവ്വാഴ്ച നടന്ന യോഗത്തിൽ സ്ഥാനാർത്ഥി വിഷയം ചർച്ചയായില്ല. പ്രഖ്യാപനം വന്നാലുടൻ റോഡ് ഷോ നടത്താനും പഞ്ചായത്ത് മണ്ഡലം കൺവെൻഷനുകൾ നടത്താനും യോഗത്തിൽ തീരുമാനമായി. UDF ചെയർമാൻ റഷീദ് അലായൻ അധ്യക്ഷത വഹിച്ചു. N. ഷംസുദ്ദീൻ MLA, UDF കൺവീനർ PC ബേബി, ഘടകകക്ഷി നേതാക്കൾ, UDF പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻമാർ, കൺവീനർമാർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. The real beauty in your heart. Boche Gold and Diamonds. Buy now, pay later.